Good morning, Miss. Good morning. Good morning, Miss. Morning. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് ഫാക്ടേഴ്സ് വരെയാണല്ലേ? ആയിരുന്നോ? പർച്ചേസിങ് എ ന്യൂ എക്യുപ്മെന്റിന്റെ ഫാക്ടേഴ്സ് വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത് അല്ലേ? ഓക്കെ, എന്തായിരുന്നു എക്കണോമിക് ലൈഫ് ഓഫ് മെഷീൻ എന്ന് പറഞ്ഞാല്? നമ്മളൊരു മെഷീൻ വാങ്ങുമ്പോൾ അതിനൊരു കംപ്ലൈന്റും ഇല്ലാതെ എത്ര നാള് അത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ആണ് എക്കണോമിക് ലൈഫ് ഓഫ് മെഷീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ടാക്സ് ലൈഫ് എന്തായിരുന്നു? വാട്ട് യു മീൻ ബൈ ടാക്സ് ലൈഫ്? ഒരു മെഷീന് തുക എത്ര വർഷം കൊണ്ട് തിരിച്ചു കിട്ടും എന്നുള്ളത്. ഇത്രയും വരെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. നെക്സ്റ്റ് ഭാഗം നോക്കാം കേട്ടോ, സ്റ്റാർട്ട് ചെയ്യണം. അഫ്ലിൻ എന്ന് പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയായിരുന്നു? കണ്ടില്ലായിരുന്നല്ലോ മിസ്. മിസ്സേ, ഞാൻ ഹോസ്പിറ്റലിൽ പോയേക്കുവായിരുന്നു ട്രെയിനിങ്ങിന്റെ കാര്യത്തിന്. മൺഡേ തുടങ്ങി എന്നോട് കേറാൻ പറഞ്ഞു. അടുത്ത മൺഡേ തുടങ്ങി കേറാൻ പറഞ്ഞു അല്ലേ? ഇന്നൊടുങ്ങി കേറാൻ പറഞ്ഞു. ഞാൻ ഒരു പേടിയുണ്ട്, പിന്നെ മൺഡേ തുടങ്ങി. കുഴപ്പമില്ല, ട്രെയിനിങ് അല്ലേ, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമല്ലോ, കുഴപ്പമില്ല. ഏത് സെക്ഷനാണ്? ഏത് സെക്ഷനാന്ന് പറഞ്ഞില്ല. ഇപ്പൊ റിസപ്ഷനിൽ ഒഴിവില്ല, അതുകൊണ്ട് ഫാർമസിയിലും ഒ പിയിലും ആയിട്ട് നിൽക്കേണ്ടി വരും. അത് കഴിഞ്ഞ് അവിടെ ഒഴിവാകുമ്പോ അങ്ങോട്ടേക്ക് ഇടാന്ന് പറഞ്ഞു. നല്ലതാണല്ലോ ഫാർമസി റിസപ്ഷൻ. റിസപ്ഷനൊന്നും കുഴപ്പമുണ്ടാവില്ല. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങള് അഡ്മിനിസ്ട്രേഷൻ അല്ല, അപ്പൊ എല്ലാ സ്ഥലത്തും നിങ്ങൾ നിന്ന് പഠിക്കണത് നല്ലതാണ്, അപ്പൊ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞങ്ങൾക്ക് പഠിക്കാനും അങ്ങനെ തന്നെയാന്ന് പറഞ്ഞു. എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ, എല്ലാ സെക്ഷനിലും മാറ്റി മാറ്റി ഇടുമെന്ന് പറഞ്ഞു. നമുക്ക് ബെനഫിറ്റ് എന്തെങ്കിലും കിട്ടോ, അല്ലെങ്കിൽ ട്രെയിനിങ് മാത്രമാണോ? അവര് പറഞ്ഞു, നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ 1 മാസം നോക്കിയിട്ട് എന്തെങ്കിലും തരം ബെനിഫിറ്റ് ഇത് തരാന്ന് പറഞ്ഞു. അല്ലാതെ വർക്ക് നോക്കിയിട്ടാണ് ചെയ്യണത്, ഇങ്ങനെ കൊടുക്കലില്ല, 6 മാസത്തേക്കൊന്നും കൊടുക്കലില്ല ട്രെയിനികൾക്കെന്ന് പറഞ്ഞു. പിന്നെ അത്രയും നല്ല വർക്ക് ആണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങള് തരൂന്ന് പറഞ്ഞു. അപ്പൊ വർക്ക് നോക്കിയാണ് എന്ന് പറഞ്ഞു. എങ്ങനെയാ കിട്ടിയത്? ഇത് ഇവിടെ അടുത്ത ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ഇവിടെ തൊട്ടടുത്താ. അവര് വർഷങ്ങളായിട്ട് ആ ഹോസ്പിറ്റലിൽ ഉള്ളതാ. അപ്പൊ മാനേജ്മെന്റിനെയൊക്കെ നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞപ്പോ തന്നെ ഇപ്പൊ ഒഴിവ് വന്നപ്പോ എന്നോട് പറഞ്ഞു. ഞാൻ ഇപ്പൊ തന്നെ പോവാൻ വേണ്ടി അല്ല ഇരുന്നത്. അപ്പൊ കോഴ്സും തീർന്നിട്ടില്ല, ഇനിയിപ്പോ ലൈവ് കാണാൻ പറ്റൂലല്ലോ, റെക്കോർഡ് കാണണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, ഇപ്പൊ ഒഴിവുണ്ട്, ഇനി കേറിക്കോ, ഇനി പിന്നെ നിന്റെ കോഴ്സ് കഴിഞ്ഞ് വരുമ്പോ ഇവിടെ ചാൻസ് ഉണ്ടാവില്ലെങ്കിൽ പിന്നെ അതും പാടാവൂല്ലോ, രണ്ടും കൂടെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞു. പിന്നെ പോവാന്ന് വിചാരിച്ചു. ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്ക് ജോലി കിട്ടിയത് ആവശ്യമില്ല കേട്ടോ. ഓക്കെ, പോവാൻ നോക്കാം. ഏതും കഷ്ടപ്പെട്ട് പഠിക്കാനും അതുപോലെ തന്നെ ജോലിയിൽ പോവാനായിട്ട് നോക്കാം. കിട്ടിയത് കളയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പിന്നെ ചിലപ്പോ ഇനി നമുക്ക് ഈ അവസരമായിരിക്കും കിട്ടണത്, പിന്നെ നമുക്ക് ഇവിടെ ആ ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് ട്രെയിനികൾ ഇപ്പൊ ഈ സ്മാർട്ട് ശ്രീന്ന് തന്നെ 3 പിള്ളേര് ഈ തവണ അവിടെ കേറി. അപ്പൊ ഹോസ്പിറ്റലിന്റെ പേരെന്താ? വാത്തിയാത്ത്. സുറുമി എന്ന് പറഞ്ഞൊരു മിസ് അറിയാന്നറിയില്ല. അവളിത് കഴിഞ്ഞ മാസമാണ് ഇത് കഴിഞ്ഞിറങ്ങിയത്. അപ്പൊ ഇതുപോലെ തന്നെ വിളിച്ചപ്പോ തന്നെ വേഗം തന്നെ പോയി. വിളിക്കുമ്പോ തന്നെ പോയില്ലെങ്കിൽ അവര് ഒരുപാട് പേരുണ്ട് ക്യൂ. ഇപ്പൊ ട്രെയിൻ പിള്ളേര് ഒരുപാട് പേരുണ്ട്. 2 ഹോസ്പിറ്റലാണ് മെയിൻ ആയിട്ട്, സാൻജോ വാത്തിയാത്ത് എന്ന് പറഞ്ഞാൽ. അവിടെ 2 സ്ഥലത്തുമാണ് എടുക്കണേ. പിന്നെ അവര് ആളില്ലെങ്കിൽ അവര് എടുക്കൂലല്ലോ, ആളെ ആവശ്യമില്ലെങ്കിൽ. അപ്പൊ ഇപ്പൊ ഒരു ഒഴിവുണ്ട്, ഒ പിയിലേക്കും ഫാർമസിയുടെ അവിടെ ഒരു ഒഴിവുണ്ട്. അപ്പൊ അവിടെ കേറിക്കോന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന്. അപ്പൊ ഇന്നലെ കേറാൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു മൺഡേ കേറാന്ന് പറഞ്ഞു. പിന്നെ യൂണിഫോമിന്റെ കാര്യം സംസാരിച്ചിട്ട്, യൂണിഫോമിന് പേയ്മെന്റ് അടയ്ക്കണം, 1650 രൂപ അടയ്ക്കണം. അപ്പത്തേനും നിങ്ങൾ കേറിയിട്ട് വേണം, നിങ്ങളുടെ അളവെടുത്തോണ്ട് പോയിട്ട് വേണം എന്ന് പറഞ്ഞു. ഞാൻ മൺഡേ അവിടെ ഓക്കേന്ന് പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു മിസ്.
നമ്മളെ പഠിപ്പിച്ച കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ജോലി കിട്ടും എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണല്ലേ. ടീച്ചേഴ്സിനായാലും അക്കാദമിക് ആയാലും ഒരു സന്തോഷം തന്നെയാണത്. ഓക്കെ, അഫ്ല ഒന്ന് സാറിനോടൊന്ന് പറഞ്ഞോളൂ കേട്ടോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്ക് കേട്ടോ. ഓക്കെ, പറഞ്ഞായിരുന്നോ സാറിനോട് ഇങ്ങനെ ട്രെയിനിങ്ങിന് വിളിച്ചിട്ടുണ്ട് എന്നുള്ളത്? ജസ്റ്റ് ഒന്ന് സാറിനൊന്ന് അറിയിച്ചേക്ക് കേട്ടോ. ഇല്ല, കേറുമ്പോ പറഞ്ഞാലും മതി. ഓക്കെ, നമുക്ക് നോക്കാം. നെക്സ്റ്റ് പോർഷൻ നോക്കാം. പർച്ചേസിംഗ് ഓഫ് ആൻ ഓൾഡ് എക്യുപ്മെന്റ്. നമ്മളൊരു ഓൾഡ് എക്യുപ്മെന്റ് ജയദേവൻ സാറിനോട് പറഞ്ഞാൽ മതി. ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാലും മതി, അല്ലെങ്കിൽ സാറിനെ വിളിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞാലും മതി കേട്ടോ. നമ്മുടെ സന്തോഷം മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കുമ്പോ അല്ലെ നമുക്കൊരു സന്തോഷമാണല്ലേ. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. പർച്ചേസിംഗ് ഓഫ് ആൻ ഓൾഡ് എക്യുപ്മെന്റ്. നമ്മളിപ്പോ ഒരു ഓൾഡ് എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം? പറയാൻ പറ്റുമോ? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം നമ്മള് പഴയ ഒരു എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നത്, ഓൾഡ് എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നത്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം? ഷോർട്ടേജ് ഓഫ് മണി അല്ലെ, ക്യാഷിന്റെ കുറവ് മൂലം, ക്യാഷ് ഇല്ലാത്തത് കൊണ്ടാവാം നമ്മള് വാങ്ങിക്കുന്നത്. പിന്നെ കൂടുതൽ ട്രെയിനിങ് കിട്ടാനല്ലേ. ഇപ്പൊ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ വാങ്ങിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലൈസൻസ് നമുക്ക് കിട്ടി, അപ്പൊ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് കാർ ആയിരിക്കും ആദ്യം വാങ്ങിച്ചു ഓടിക്കുന്നത് അല്ലെ. അതിലൊരു എക്സ്പീരിയൻസ് ആവാം. എക്സ്പീരിയൻസ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? പുതിയത് വാങ്ങിക്കാനായിട്ട് അല്ലെ. അല്ലെങ്കിൽ വെറുതെ കൊണ്ടുപോയി ഇടിക്കേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും അല്ലെ. ഓടിച്ച് ഒന്ന് എക്സ്പീരിയൻസ് ആയിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാ പുതിയൊരു കാർ വാങ്ങിക്കുന്നത് അല്ലെ. ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പർച്ചേസിംഗ് ഓഫ് ആൻ ന്യൂ ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങിക്കാനുള്ള റീസൺസ് ആയിട്ട് പറയുന്നത്. നമുക്ക് നോക്കാം. ഡൺ ഓണിങ് ടു ഷോർട്ടേജ് ഓഫ് മണി. അപ്പൊ എന്താണ് ഫസ്റ്റ് പോയിന്റ്? ഇങ്ങനെ ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങിക്കുന്നതിന്റെ കാരണം എന്താണ്? നമ്മുടെ കയ്യിൽ അധികം പൈസ ഇല്ലാത്തത് കൊണ്ട്, ഷോർട്ടേജ് ഓഫ് മണി അത് കാരണം. അതുപോലെ തന്നെ എന്താണ്? ടു യൂസ് ദ എക്സ്പീരിമെന്റ് ആസ് ആൻ എക്സ്പീരിമെന്റ് അല്ലെ. എക്യുപ്മെന്റ് ആസ് ആൻ എക്സ്പീരിമെന്റ്, ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. എക്യുപ്മെന്റ് യൂസ് ചെയ്തുകൊണ്ട് അതിനൊരു നമുക്ക് യൂസ് ചെയ്ത് ഓടിക്കാൻ. ഇപ്പൊ കാറാണെങ്കിൽ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് റോഡിലൂടെ ഓടിക്കുന്നത്, അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇങ്ങനെയുള്ള ഒരു ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങിക്കുന്നത്. ഇനി നോക്കിയേ, the four main source for purchasing an old equipment. 4 മെയിൻ സോഴ്സുകളുണ്ട്. ഏതൊക്കെയാണ്? ഡയറക്ട്ലി ബൈ buying from the owner. നമുക്ക് എന്താണ്? നേരിട്ട് ഓണറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും ഇല്ലേ. അതുപോലെ തന്നെ എന്താണ്? യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ് ഡീലേഴ്സിൽ നിന്ന് നമ്മൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇനി എന്താണ്? ബ്രോക്കേഴ്സ് വഴി. അതുപോലെ ഓപ്ഷണേഴ്സ്. എന്താണ് ഓപ്ഷണേഴ്സ് എന്ന് പറഞ്ഞാല്? ഓപ്ഷണർ എന്തായിരിക്കും? എന്താ മീനിങ്? ലേലം വഴി അല്ലെ. ലേലക്കാർ വഴി നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലേ? ലേലം വഴി വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മൾ നോക്കാം. ഡയറക്ട്ലി ബൈയിങ് ഫ്രം ദ ഓണർ. അഡ്വാൻറ്റേജസ് ഈസ് ദാറ്റ് വി ക്യാൻ സീ ദ വർക്കിംഗ് ഓഫ് ദ particular equipment and also about the details of past usage of the concerned equipment. എന്താണ് പറയുന്നത്? നമ്മൾ ഡയറക്ട്ലി ഓണറുടെ കയ്യിൽ നിന്ന് നമ്മളൊരു ഐറ്റം വാങ്ങിക്കുമ്പോ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തായിരിക്കാം? ഡയറക്ട്ലി നമ്മൾ വാങ്ങിക്കുമ്പോ, നേരിട്ട് വാങ്ങിക്കുമ്പോ എന്തൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? എന്തൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് ആ എക്യുപ്മെന്റിൽ? എന്തൊക്കെ കാര്യങ്ങള്? ക്വാളിറ്റി അല്ലെ. ഐറ്റത്തിന്റെ ഇപ്പൊ കാറിന്റെ ആണെങ്കിൽ കാറിന് എത്ര ക്വാളിറ്റി ഉണ്ട് അല്ലെ, ക്വാളിറ്റി ഉള്ളതാണോ എന്ന് അറിയാനായിട്ട് പറ്റും. പിന്നെ എന്താണ്? അതിന്റെ ഗുണങ്ങൾ അല്ലെ. ഓക്കെ, ഡീറ്റെയിൽസ് അല്ലെ. ഓക്കെ, ഡാമേജ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ
ഇപ്പൊ ഒരു കാറാണെങ്കിൽ അത് എത്ര നാള് ഓടിച്ചിട്ടുണ്ട് അല്ലെ, അതിനെന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, അതുപോലെ തന്നെ അതിന്റെ വർക്കിംഗ് കണ്ടീഷൻ നമുക്ക് അറിയാൻ പറ്റും ഇല്ലേ. ഓക്കെ, ഇനി അതിന് എന്തെങ്കിലും പോലീസ് കേസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അല്ലെ, അതിന്റെ കണ്ടീഷൻ ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഡയറക്ട്ലി ഓണറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ആണ് യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ് ഡീലേഴ്സ് വാറന്റി ഫോർ ദ ഷോർട്ട് പീരീഡ്. ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്താണ്, നമുക്ക് അതിന്റെ വാറന്റി എന്ന് പറയുന്നത് ഷോർട്ട് പീരീഡ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി എന്താണ്, the type of equipment received from എന്താണ് റീബിൽഡ് ആൻഡ് റീകണ്ടീഷൻഡ് എക്യുപ്മെന്റ്സ്. അവര് പഴയ സാധനങ്ങൾ പുതിയതാക്കി, ഇപ്പോ ഒരു കാറാണെങ്കിൽ ഡിസൈൻ ഒക്കെ മാറ്റി പുതിയ പെയിന്റ് ഒക്കെ അടിച്ച് ഒരു റീബിൽഡ് ചെയ്തായിരിക്കും തരുന്നത് അല്ലെ ഇല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയുള്ള റീകണ്ടീഷൻഡ് ചെയ്ത് അല്ലെങ്കിൽ റീബിൽഡ് ചെയ്ത് നല്ല രീതിയിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് പെയിന്റ് ഒക്കെ അടിച്ച് അതിന്റെ ഡിസൈൻ ഒക്കെ മാറ്റി പുതിയതായിട്ട് നമുക്ക് തരും അല്ലെ. മോഡ് പിടിപ്പിച്ച് തരും നമുക്ക്. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ വാറന്റി എന്ന് പറയുന്നത് എന്താണ്, ഷോർട്ട് പീരീഡിലേക്കായിരിക്കും ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഇനി എന്താണ്, ബ്രോക്കേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം, അതുപോലെ ഓപ്ഷണേഴ്സ്, ഓപ്ഷൻ ലേലം വഴി നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ബോത്ത് ആർ റിസ്കി സോഴ്സ് അല്ലെ. ഓപ്ഷണേഴ്സ് എന്ന് പറയുന്നത് ലേലക്കാർ വഴി വാങ്ങിക്കുന്നതൊക്കെ എന്താണ്, അപകട സാധ്യത കൂടുതലുള്ളതാണ്. അതുപോലെ തന്നെ will be no വാറന്റി ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പർച്ചേസിംഗ് ഓഫ് ആൻ ഓൾഡ് എക്യുപ്മെന്റിൽ വരുന്നത്. 4 സോഴ്സിൽ നിന്നാണ് നമുക്കിത് വാങ്ങിക്കാൻ പറ്റുന്നത്. ഓൾഡ് എക്യുപ്മെന്റ് ഏതൊക്കെയാണ്, ഡയറക്ട്ലി ഓണറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം, അതുപോലെ തന്നെ ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം, ബ്രോക്കേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം, ഓപ്ഷണേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. ക്ലിയർ ആയോ? ഇനി എന്താണ് ഡിസ്അഡ്വാൻറ്റേജസ് ഇൻ ബൈയിങ് ആൻ ഓൾഡ് എക്യുപ്മെന്റ്. എന്തൊക്കെയാണ് ദോഷങ്ങള്, ഒരു ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോൾ അതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കിയേ, എക്കണോമിക് ലൈഫ് പീരീഡ് of particular equipment cannot be uncertained. എന്താണ്, ഒരു ഉപകരണം എത്ര നാള് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റുമോ? റീബിൽഡ് ചെയ്ത് റീഡിസൈൻ ഒക്കെ ചെയ്ത് തരുമ്പോ എന്താണ്, നമുക്ക് കാണുമ്പോ നല്ല ഭംഗിയുണ്ട്, ഏതാണെന്ന് തോന്നും അല്ലെ. നമുക്ക് എത്ര നാളത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, നോ ആഫ്റ്റർ സെയിൽ സർവീസ് അല്ലെ. വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്കോ റിപ്പയർസ് വർക്കോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അങ്ങനെ ചെയ്തു തരുമോ? അവര് ചെയ്തു തരാറുണ്ടോ? ഇല്ല, നോ ആഫ്റ്റർ സെയിൽ സർവീസ് ആണ്. ഇനി എന്താണ്, മെയിൻ്റെനൻസ് വർക്ക് വന്നു. മെയിൻ്റെനൻസ് വർക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, പഴയ സാധനമാണ് അല്ലെ, അതുകൊണ്ട് എന്താണ്, നമ്മള് കൊടുത്തതിനെക്കാട്ടിലും കൂടുതൽ തുക അതിന്റെ റിപ്പയർസിനാകും. ഓക്കെ, മെയിൻ്റെനൻസ് ചാർജ് എന്താണ്, ഹൈ ആണ്. ഇതൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. കോസ്റ്റ്ലി ആണ്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങള് 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാം, ലീസിംഗ് ഓഫ് ആൻ എക്യുപ്മെന്റ്. ലീസിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ലീസിംഗ് എന്താണ്, വാടകയ്ക്ക് എടുക്കുന്നത് അല്ലെ. ഓക്കെ, പാട്ടത്തിന് എടുക്കുക അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുക, റെന്റിന് എടുക്കുന്നത്. Leasing of an equipment. Leasing is a process by which the right to handle an equipment changes, but ownership does not change. Underline ചെയ്യാം. ലീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിക്കാറുണ്ട് കേട്ടോ, ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ പേപ്പറില്. അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കണം. ലീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രോസസ് ആണ് അല്ലെ, by which the right to handle equipment changes, but ownership does not change. ഒരു ഉപകരണം, ലീസിംഗ് എന്ന് പറഞ്ഞാല് ഒരു ഉപകരണം കൈകാര്യം ചെയ്യുന്നതിനുള്ള അവകാശം മാറുന്ന പ്രക്രിയ അല്ലെ. ഇപ്പൊ ഞാനൊരു കാറ് എന്ത് ചെയ്തു, അഫിലേക്ക് കൊടുത്തു. അപ്പൊ എന്താണ്, നമ്മള് എന്ത് ചെയ്തു, അത് ലീസിങ്ങിന് എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ എടുക്കുമ്പോ അതിന്റെ ഓണർഷിപ്പ് മാറുന്നുണ്ടോ?
ഇല്ല, സാധനം എന്റെയാണ് അല്ലെ, കാർ എന്റെയാണ്, ഓണർഷിപ്പ് മാറുന്നില്ല. അതെന്ത് ഓടിക്കുക മാത്രമാണ് അല്ലെ. കുറച്ചു നാൾ അവർ റെന്റിന് എടുത്തിട്ട് 2 മാസോ 3 മാസോ റെന്റിന് എടുത്തിട്ട് അവൾ ഓടിക്കുക മാത്രമാണ് ചെയ്യുന്നത് അല്ലെ. അതിന്റെ ഓണർഷിപ്പ് മാറുന്നില്ല. ക്ലിയർ ആയോ? ഓക്കെ, അതാണ് പറയുന്നത് ഡസ് നോട്ട് ബട്ട് ഓണർഷിപ്പ് ഡസ് നോട്ട് ചേഞ്ച്. ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശം മാറുന്നില്ല. എന്താണ് മാറുന്നത്? ഒരു ഉപകരണം കൈകാര്യം ചെയ്യുന്നതിനുള്ള അവകാശം മാത്രമാണ് അവിടെ മാറുന്നത്. ഓണർഷിപ്പ് ഡസ് നോട്ട് ചേഞ്ച്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ ലെസ്സർ. ഇനി എന്താണ് പറയുന്നത്? ലെസ്സർ എന്താണ്, ലെസ്സി എന്താണ്? നമുക്കറിയാം എന്താണ്, ഓണർ ഉണ്ട്, അതുപോലെ തന്നെ വാടകയ്ക്ക് എടുക്കുന്ന വ്യക്തിയുണ്ട് അല്ലെ. 2 ആളാണ് ലീസിംഗിൽ ഉള്ളത്. ഇനി ഓണർ എന്താണ്, ലെസ്സർ എന്താണ്, ലെസ്സി എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കണം. അപ്പോ നെക്സ്റ്റ് അതാണ് പഠിക്കാനുള്ളത്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ ലെസ്സർ. ലെസ്സർ എന്ന് പറഞ്ഞാൽ ആരാണ്? പേഴ്സൺ ഹൂ ഗീവ്സ് എക്യുപ്മെന്റ് ഫോർ ലീസ്. ആരായിരിക്കും ലെസ്സർ? വാടകയ്ക്ക് കൊടുക്കുന്ന ആളല്ലേ. ഉപകരണം വാടകയ്ക്ക് കൊടുക്കുന്ന വ്യക്തിനെയാണ് നമ്മള് ലെസ്സർ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ, ലെസ്സർ ചോദിക്കാവുന്നതാണ്. അതുപോലെ ലെസ്സി എന്താണ്? ലെസ്സി ആരാണ് നോക്കിയേ? പേഴ്സൺ ഹു അക്വയർ എ പർട്ടിക്കുലർ എക്യുപ്മെന്റ്. ഉപകരണം ഏറ്റെടുക്കുന്ന വ്യക്തി അല്ലെ. ഞാനും അഫ്ലയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റില് ഞാനാണ് ആര്? ലെസ്സർ എന്ന് പറയുന്നത്. അഫ്ലയാണ് ആര്? ലെസ്സി. ക്ലിയർ ആയില്ലേ? ആ ഉപകരണം ഏറ്റെടുക്കുന്ന വ്യക്തി, അതിനെയാണ് ലെസ്സി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ 3 കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ലെസ്സർ, ലെസ്സി, ലീസിംഗ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ നെക്സ്റ്റ് നോക്കാം, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ലീസിംഗ്. ലീസിംഗ്, നമ്മളൊരു സാധനം എന്താണ് ലീസിന് കൊടുക്കുന്നതിന്റെ കാരണങ്ങളാണ് ആ ചെറിയൊരു പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കാം നമ്മളൊരു സാധനം ലീസിന് എടുക്കുന്നത്? അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? പറയാൻ പറ്റുമോ? വാടകയ്ക്ക് നമ്മൾ എന്തിനാ എടുക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം നമ്മൾ അങ്ങനെയുള്ള ഒരു ഐറ്റം വാടകയ്ക്ക് എടുക്കുന്നത്? എന്തൊക്കെയായിരിക്കാം അതിന്റെ? ക്യാഷ് കുറവ് ഉള്ളത് കൊണ്ടല്ലേ. നമ്മുടെ കയ്യില് അത് വാങ്ങിക്കാനായിട്ട്, ഒറിജിനൽ ആയിട്ട് വാങ്ങിക്കാനായിട്ട് ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വാടകയ്ക്ക് എടുക്കാറുണ്ട് അല്ലെ. ഇനി എന്താണ്? എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇല്ലേ. നമ്മളിപ്പോ ഒരു ലൈസൻസ് കിട്ടി, കാർ ഓടിക്കണം അല്ലെ. കാർ ഓടിച്ച് നമ്മള് അത് എക്സ്പീരിയൻസ് ആയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പുതിയൊരു കാർ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. പിന്നെ തൽക്കാല യൂസേജ്. തൽക്കാലത്തിന് നമുക്ക് യൂസേജ്, ടെമ്പററി അല്ലെ. തൽക്കാലത്തിന് വേണ്ടിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും കമന്റ് ഉണ്ടോ? ഇല്ല, സ്റ്റോക്ക് കഴിഞ്ഞോ? ലോങ് ടൈമിൽ യൂസ് ചെയ്യാത്തവ നമുക്കൊരു ഷോർട്ട് ടൈം യൂസിനാണെങ്കിൽ നമ്മൾ വാടക എടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാരണങ്ങൾ. ലീഡ് ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഇപ്പൊ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആണെങ്കിൽ നമ്മൾ അത് ഓർഡർ ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ കുറെ നാളുകളാവും. അപ്പൊ എന്താണ്, ചിലപ്പോ നമുക്ക് യൂസ് ചെയ്യേണ്ട ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. നമുക്കത് പെട്ടെന്ന് തന്നെ കിട്ടണം. എങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വാടകയ്ക്കാണ് എടുക്കുന്നത് അല്ലെ. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാരണങ്ങള്. ലീസിംഗ് ഈസ് ഡൺ ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, എന്താണ്? കുറച്ച് ഫണ്ട് ഉള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ലീസിംഗിന് എടുക്കും. നമ്മുടെ കയ്യില് കുറച്ച് പണമാണ് ഉള്ളതെങ്കിൽ. ഇനി എന്താണ്? ഫോർ ഡൂയിങ് എക്സ്പീരിയൻസ്. ഒരു എക്സ്പീരിയൻസ് അല്ലെ, എക്സ്പീരിമെന്റ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. ഇനി എന്താണ്? ആസ് പെർ ദ ഡ്യൂറേഷൻ ഫോർ വിച്ച് ദ എക്യുപ്മെന്റ് ഈസ് നീഡഡ്. എന്താണ് പറയുന്നത്? എത്ര നാളത്തേക്ക് വേണം എന്നതിനനുസരിച്ചിട്ട് അല്ലെ. ഇപ്പൊ ഒരു മാരേജിന്റെ ആവശ്യം, കല്യാണ ആവശ്യം ഉണ്ടെങ്കിൽ അതിന് ലൈറ്റും സൗണ്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വാടക എടുക്കാറുണ്ട് അല്ലെ. ചിലപ്പോ 2-3 ദിവസത്തേക്കൊക്കെ മതിയായിരിക്കും നമുക്ക്.
അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചിടേണ്ട കാര്യമൊന്നുമില്ലല്ലേ, 2-3 ദിവസത്തേക്ക് അത്യാവശ്യമുള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വാടകയ്ക്ക് എടുക്കും. അപ്പൊ എത്ര നാളത്തേക്കാണോ അത് ആവശ്യമായിട്ട് വരുന്നത് എന്നതിനനുസരിച്ചിട്ട് നമ്മൾ ലീസിന് എടുക്കാറുണ്ട്. ടു അവോയ്ഡ് ദ ഹ്യൂജ് ലീഡ് ടൈം ഫോർ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് അല്ലെ, ലീഡ് ടൈം കുറവാണ്. നമ്മളൊരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അത് നമ്മൾ ഓർഡർ ചെയ്ത് കിട്ടാനായിട്ട് നമ്മുടെ കുറേ നാളെടുക്കും, നമ്മുടെ കയ്യിലേക്ക് കിട്ടാനായിട്ട് കുറേ നാള് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്താണ്, നമ്മൾക്ക് പെട്ടെന്ന് തന്നെ അത് യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വാടകയ്ക്ക് എടുക്കാറുണ്ട്. ഇനി എന്താണ്, ഫോർ വെൻ ദ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഈസ് അവൈലബിൾ ഓൺലി ഓൺ ലീസ്. ഓക്കെ, അപ്പോ എന്താണ്, ഇപ്പൊ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഒക്കെ നമുക്ക് കുറെ അന്വേഷിച്ചിട്ട് നമുക്ക് കിട്ടാതെ ആകുമ്പോ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ഓർഡിനറി പർച്ചേസ് ആകുമ്പോൾ നമുക്കറിയാം പെട്ടെന്ന് തന്നെ പോയി പർച്ചേസ് ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറെ നാൾ അത് അന്വേഷിച്ച് ചിലപ്പോൾ നടക്കേണ്ടതായിട്ട് വരും. കടകളിൽ ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല അല്ലെ, അവൈലബിൾ ആയിരിക്കില്ല. ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആയതുകൊണ്ട് നമ്മൾ ഓർഡർ കൊടുത്ത് അവർ ചിലപ്പോൾ അത് കൊണ്ടുതരികയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഒക്കെ അന്വേഷിച്ചിട്ട് കിട്ടാതെ ആകുമ്പോ എന്ത് ചെയ്യാറുണ്ട്, വാടകയ്ക്ക് എടുക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ലീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അഡ്വാൻറ്റേജസ് നോക്കിയേ. സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് എന്ത്, സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേ. ലീസിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, വാടകയ്ക്ക് എടുക്കുന്നതിന്റെ ഗുണങ്ങൾ. സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേ, ഔട്ട്ലേ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് ഔട്ട്ലേ? ചിലവല്ലേ, മുതൽ മുടക്ക് അല്ലെ. ഓക്കെ, സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ്. മുതൽ മുടക്ക് കുറവ് മതി അല്ലെ. നമ്മൾ ഒറിജിനൽ ആയിട്ട് ഇപ്പൊ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആണെങ്കിൽ അത് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും കുറവ് പൈസ വാടകയ്ക്ക് എടുക്കുമ്പോൾ കൊടുത്താൽ മതി അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത് സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ്, കുറഞ്ഞ മുതൽ മുടക്ക് മതി. ഇനി എന്താണ്, റിസ്ക് ഓഫ് ഒബ്സലൻസ് ഈസ് ലെസൻഡ്. ഒബ്സലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒബ്സലൻസ് ഒബ്സലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാലാഹരണപ്പെടൽ അല്ലെങ്കിൽ അപ്ഡേറ്റഡ്, ഔട്ട് ഫാഷൻ, ഓൾഡ് ഫാഷൻ ഒക്കെ ആകുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മള് ഈ ഒബ്സലൻസ് എന്ന് പറയുന്നത് കേട്ടോ. കാലാഹരണപ്പെടുക അല്ലെങ്കിൽ ഓൾഡ് ഫാഷൻ, അപ്ഡേറ്റഡ് ആവുക. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. ഇനി എന്താണ് പറയുന്നത്, മെയിൻ്റെനൻസ് ക്യാൻ ബി ഡൺ ബൈ ബോത്ത് ലെസ്സർ ആൻഡ് ലെസ്സി. ഓക്കെ, മെയിൻ്റെനൻസ് വർക്കുകൾ ആര് ചെയ്യണം, ലെസ്സറും ലെസ്സിയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി എന്താണ്, പ്രൊക്യൂർമെന്റ് ഓഫ് ദ എക്യുപ്മെന്റ് ലീഡ് ടൈം ഈസ് ലെസൻഡ്. നമുക്കറിയാം ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആണെങ്കിൽ നമുക്ക് കുറെ ലീഡ് ടൈം അല്ലെ, അത് ഓർഡർ ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് എത്താൻ വരെയുള്ള ടൈം ഗ്യാപ്പ് ആണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ ലീഡ് ടൈം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ അഡ്വാൻറ്റേജ്? ഇനി അതിന്റെ 2 ഭാഗങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഔട്ട്ലേ ചോദിക്കാം, ഒബ്സലൻസ് എന്താണെന്ന് ചോദിക്കാം. ഔട്ട്ലേ അണ്ടർലൈൻ ചെയ്യാം, ഒബ്സലൻസ് അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കാം. ഔട്ട്ലേ എന്ന് പറഞ്ഞാല് an amount of money spent on something. An amount of money spent on something. ഒരു സാധനം വാങ്ങിക്കാനായിട്ട് ചെലവാക്കുന്ന തുക, അതിനെയാണ് ഔട്ട്ലേ എന്ന് പറയുന്നത്. ഒരു സാധനം വാങ്ങിക്കാനായിട്ട് ചെലവാക്കുന്ന തുക, അതിനെയാണ് നമ്മള് ഔട്ട്ലേ, മുതൽ മുടക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഒബ്സലൻസ് എന്താണ്, the process of being outdated or old fashioned and on longer user. No longer user. അപ്പൊ ഒബ്സലൻസ് എന്ന് പറഞ്ഞാൽ അറിയാം, കാലാഹരണപ്പെട്ടതോ അല്ലെങ്കിൽ ഓൾഡ് ഫാഷൻ ആയതോ, പഴയ ഫാഷൻ ആയതോ, അപ്ഡേറ്റഡ് ആയതോ ആയ അവസ്ഥ. ഓക്കെ, അതിനെയാണ്. അല്ലെങ്കിൽ എന്താണ്, ഒരു ഉപകരണം നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ ആയി, അങ്ങനെയുള്ള ഒരു അവസ്ഥനെയാണ് നമ്മള് ഒബ്സലൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്ഡേറ്റഡ് ആയതോ ഓൾഡ് ഫാഷൻ ആയതോ ആയ അവസ്ഥ, അതിനെയാണ് ഒബ്സലൻസ് എന്ന് പറയുന്നത്. ഇനി ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ലീസിങ്.
ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഹി ഈസ് എ ലെസ്സർ ഹു കൺട്രോൾസ് ദ എക്യുപ്മെന്റ്. ലെസ്സർക്കായിരിക്കും എന്ത്? എല്ലാ കൺട്രോളിങ്ങും അല്ലെ, ഓണർക്കായിരിക്കും കൺട്രോളിങ്. ലെസ്സർ ഹാസ് the access to the equipment inspection അല്ലെ. ലെസ്സർക്ക് ആ എക്യുപ്മെന്റിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ലെസ്സി കൊണ്ടുപോയിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, കേടുപാടുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. ലെസ്സർ ഹാസ് ദ റൈറ്റ് ടു സീസ് ദ ലെസ്സി പീരീഡ് ലീസ് പീരീഡ്. അപ്പൊ എന്താ പറയുന്നത്? ലെസ്സർ ഹാസ് ദ റൈറ്റ് ടു സീസ് ദ ലീസ് പീരീഡ്. ഇനി എന്തെങ്കിലും ഇവര് തമ്മിൽ എന്തുണ്ടാവും? ഒരു എഗ്രിമെന്റ് ഉണ്ടാവും അല്ലെ. വാടകയ്ക്ക് എടുക്കുമ്പോ ലെസ്സറും ലെസ്സിയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്, കരാറുണ്ടാവും. അപ്പോ ആ കരാറുമായിട്ട് ബന്ധപ്പെട്ട ആ കരാറിന്റെ ഉള്ളില് ഇപ്പോ ലെസ്സി ഈ ഉപകരണം കൊണ്ടുപോയിട്ട് ആ ഉപകരണത്തിന് എന്തെങ്കിലും തകർച്ചകളോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലെസ്സർ അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാല് അപ്പൊ തന്നെ ആ കരാറ് എന്താക്കാനായിട്ട്, നിർത്തലാക്കാനായിട്ടുള്ള ഒരു അധികാരം ലെസ്സറിനുണ്ട്. മനസ്സിലായോ? അതാണ് ആ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ലെസ്സർ ഹാസ് ദ റൈറ്റ് ടു സീസ് ദ ലീസ് പീരീഡ്. ലീസിംഗിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിലെല്ലാം എന്ത് ചെയ്തത്? അവര് ആ ഉപകരണം ഉപയോഗിച്ചത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. കരാറിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ എന്ത് ചെയ്യണം? ആ ഉപകരണം ഉപയോഗിക്കണം. അല്ലാത്ത പക്ഷം അല്ലെ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയോ എന്തെങ്കിലും ആ ഉപകരണത്തിന് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരാറ് നിർത്തലാക്കാനായിട്ടുള്ള അധികാരം ആർക്കുണ്ട്? ലെസ്സർക്കുണ്ട്. ക്ലിയർ ആയോ? ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. എന്താണ്? എല്ലാ കൺട്രോളിങ്ങും, ഉപകരണത്തിന്റെ എല്ലാ കൺട്രോളിങ്ങും ലെസ്സർക്കാണ്. അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ ചെയ്യാനായിട്ടുള്ള അധികാരം അല്ലെ, എക്യുപ്മെന്റ് ഇൻസ്പെക്ഷൻ ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കുണ്ട്? ലെസ്സർക്കുണ്ട്. അതുപോലെ കരാറ് നിർത്തലാക്കാനും റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പറഞ്ഞിട്ടുള്ള പ്രകാരമായിരിക്കണം പോകേണ്ടത് അല്ലെ. അല്ലാത്ത പക്ഷം എന്താണ്? ലെസ്സർക്ക് ആ കരാറ് നിർത്തലാക്കാനായിട്ടുള്ള അധികാരവും ഉണ്ട്. വായിച്ചു നോക്കിയേ. ഇത്രയും വരെ ഒന്ന് വായിക്കാം കേട്ടോ. ഞാൻ ലാസ്റ്റ് ഒരു ചെറിയൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അറിഞ്ഞിരുന്നാൽ മതി. ഷെയർഡ് സർവീസസ് ആർ ഡൺ ഇൻ ദ കേസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ്. നമ്മള് ഇൻസിനറേറ്റർ അല്ലെ, വേസ്റ്റുകൾ ഇൻസിനറേറ്ററിൽ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്ത് നമ്മള് എന്താണ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ലോണ്ടറി സർവീസ്, ഈ തുണികളൊക്കെ ഒരു ചെറിയൊരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളോ കുറെ അധികം തുണികള് വാഷ് ചെയ്യാനുള്ള സൗകര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്താണ് ഇവര് എന്ത് ചെയ്യാറുണ്ട്? വേസ്റ്റുകളായാലും അതുപോലെ തന്നെ ലോണ്ടറി സർവീസുമായിട്ട് ബന്ധപ്പെട്ടും ലീസിന് കൊടുക്കാറുണ്ട്. മനസ്സിലായോ? അതാണ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഔട്ട്ലേ, ഒബ്സലൻസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് നിർബന്ധമായിട്ടും പഠിക്കുക. ക്വസ്റ്റ്യൻ വരാറുണ്ട്. ലീസിങ്, ലെസ്സർ, ലെസ്സി, ലീസിങ് എന്താണ് എന്നുള്ളത് കേട്ടോ. വായിച്ചു നോക്കാം കേട്ടോ.
ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. നെക്സ്റ്റ് ആണ് സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ്. എന്താണ്? ഒരു ഉപകരണത്തിന്റെ സെലക്ഷനും അതുപോലെ തന്നെ സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരു 5 എണ്ണം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കാം. സെലക്ട് അക്കോർഡിംഗ് ടു നീഡ്സ് ഓർ റെക്കമെൻഡേഷൻസ്. ഇതാണ് നമ്മുടെ ഐറ്റം സെലക്ട് ചെയ്യുമ്പോൾ അല്ലെ, ഒരു ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് യൂസർ ഡിപ്പാർട്ട്മെന്റിന് ഉപയോഗിക്കുന്ന അല്ലെ, യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സുകൾ, പല പല ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ്സിനൊക്കെ എപ്പോഴൊക്കെയാണ് ഐറ്റംസ് ആവശ്യമായിട്ട് വരുന്നത്, അവരെന്ത് ചെയ്യാറുണ്ട്? അവരോട് പറയും, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് പറയും അല്ലെ, നിങ്ങൾക്ക് ഇന്ന മെറ്റീരിയൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്, ഇന്ന ഡേറ്റിൽ വേണം, അല്ലെങ്കിൽ ഇന്ന സ്പെസിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇന്ന ഐറ്റം വേണമെന്ന് അവരോട് പറയുന്നുണ്ട്. അപ്പോ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവര് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അഭ്യർത്ഥന നടത്തി പർച്ചേസ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കൊടുക്കുന്നു. അതാണ് സെലക്ട് അക്കോർഡിംഗ് ടു നീഡ്സ് ഓർ റെക്കമെൻഡേഷൻസ്. യൂസർ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യമായിട്ടുള്ള ആവശ്യകത അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഉപകരണങ്ങള് തിരഞ്ഞെടുക്കാനായിട്ട്. അവർക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആണോ ആവശ്യമായിട്ട് വരുന്നത് അതനുസരിച്ച് മാത്രമായിരിക്കണം കൂടുതൽ പർച്ചേസ് ചെയ്യരുത്. അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് മാത്രം വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. ടു taken into account the effect of after sale service and spare availability. Taken into account the effect of after sale service and spare availability. നമ്മൾ നോക്കണം എന്തൊക്കെയാണ് നോക്കേണ്ടത്? ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടോ അല്ലെ, നമ്മൾ നോക്കാറുണ്ട് അല്ലെ. കടയിൽ നിന്ന് നമ്മളൊരു സാധനം, ടിവിയോ ഫ്രിഡ്ജോ എന്തെങ്കിലും ഐറ്റം വാങ്ങിക്കുമ്പോൾ നമ്മൾ നോക്കാറുണ്ട് എന്ത്? ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടോ, അല്ലെങ്കിൽ അതിന്റെ സ്പെയർ പാർട്സുകൾ അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ നോക്കാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. ഇനി എന്താണ്? ഇൻസ്റ്റാൾ ഓപ്പറേറ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ. അത് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജീവനക്കാർക്ക് എന്ത് കൊടുക്കണം? ട്രെയിനിങ്ങുകൾ കൊടുക്കണം അല്ലെ. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്കാനിങ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത്, അതെങ്ങനെയാണ് സ്കാനിങ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ട്രെയിനിങ് അവർക്ക് കൊടുത്ത് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ്. ട്രെയിനിങ് കൊടുക്കാം, ടെസ്റ്റിംഗ് നടത്താം. ഇനി എന്താ നോക്കേണ്ടത്? മാനുഫാക്ചേഴ്സ് മാനുവൽ അവൈലബിലിറ്റി. നമ്മളൊരു ഐറ്റം വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ബുക്ക്ലെറ്റ് കിട്ടും ഇല്ലേ? ഇപ്പൊ ടിവിയോ ഫ്രിഡ്ജോ ഒക്കെ വാങ്ങിക്കുമ്പോ ബുക്ക്ലെറ്റ് കിട്ടാറില്ലേ? മാനുവൽ കിട്ടാറുണ്ട് അല്ലെ. അതിനകത്ത് എന്തൊക്കെയാ ഉണ്ടാകുന്നത്? കുറെ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ. എങ്ങനെയാണ് റിമോട്ട് ഏതൊക്കെയാണ്, റിമോട്ടിന്റെ സ്വിച്ചുകൾ എന്തൊക്കെയാണെന്നുള്ളത് അല്ലെ, അതൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ വയർ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് അല്ലെ, ഹൗ ടു യൂസ് എന്നുള്ളത് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങള് ഒക്കെ എന്തുണ്ടാവും? അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള മാനുവൽസ് അവൈലബിൾ ആണോ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉണ്ടാവും അതിനകത്ത്. ഇത്തരം കാര്യങ്ങളാണ് സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, അതോറിറ്റി ടു കം വിത്ത് ദ ഫണ്ട് ഓഫ് ദ ഹോസ്പിറ്റൽസ് ഫോർ ദ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്താണ് ഇവിടെ പറയുന്നത്? ഹോസ്പിറ്റലിൽ നിന്നും ഫണ്ട് എന്താണ്? ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്കറിയാം പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. ആ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ഗുഡ്സുകള് അതിന്റെ സംഭരണത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്നും ഫണ്ടുകൾ നൽകാനായിട്ടുള്ള അധികാരം ആർക്കാണുള്ളത്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനാണുള്ളത്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള ഐറ്റംസ് നമ്മൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോടാണ് പറയുന്നത് അല്ലെ. അപ്പോ അവർക്ക് അതിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഫണ്ട് എടുത്തുകൊണ്ട് അത് വാങ്ങിച്ചു കൊടുക്കാനായിട്ടുള്ള അധികാരം ആർക്കുണ്ട്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. അതാണ് ഇവിടെ പറയുന്നത് അതോറിറ്റി ടു കം വിത്ത് ദ ഫണ്ട്സ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫോർ ദ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, അപ്പോ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ
സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് സംഭരണത്തിനായിട്ട് ഹോസ്പിറ്റലിൽ നിന്നും ഫണ്ട് നൽകാനായിട്ടുള്ള അധികാരം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ഇനി എന്താണ്? റെസ്പോൺസിബിലിറ്റി ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് വെൻ ജസ്റ്റിഫൈഡ്. അപ്പൊ എന്താണ്? എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യങ്ങള് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആരുടേതാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റേതാണ് അല്ലെ? നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റിലും ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ആരോടാണ് പറയുന്നത്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോടാണ്. അപ്പൊ അവരുടെ ആവശ്യങ്ങള് നിറവേറ്റുക എന്ന ഉത്തരവാദിത്തം ആരുടേതാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റേതാണ്. ഇനി എന്താണ്? റെസ്പോൺസിബിലിറ്റി ഫോർ ഇവാലുവേഷൻ ഓഫ് specifications and if incomplete or incorrect the authority to challenge specification. ഇവിടെ പറയുന്നത് നമ്മളിപ്പോ ഒരു സാധനം വേണമെന്ന് പറഞ്ഞു, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അതെന്ത് ചെയ്തു? ഓർഡർ കൊടുത്തു, അവര് കൊണ്ടുവന്നു അല്ലെ? സപ്ലൈസ് കൊണ്ടുവന്നപ്പോ എന്തെങ്കിലും തെറ്റുകൾ, ചിലപ്പോ നമ്മളൊരു 10 എണ്ണം പറഞ്ഞപ്പോ ഒരു 8 എണ്ണമായിരിക്കാം കൊണ്ടുവന്നത്, ചിലപ്പോ ഡാമേജ്ഡ് ഗുഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് എന്താണ്? അതിനെതിരെ എന്താണ് ചോദ്യം ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കുണ്ടാവും? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടാവും അല്ലെ? കാരണം എന്താണ്? അവരാണ് ഓർഡർ കൊടുത്ത് സാധനങ്ങള് ഇവിടെ എത്തിച്ചത്. അപ്പോ അതെന്താണ് ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റുകൾ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് ചോദ്യം ചെയ്യാനായിട്ടുള്ള അധികാരം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ഓക്കെ, തേർഡ് വൺ ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് responsibility to interview the all vendor representative and arrange for bidding or negotiation for goods and services. നമ്മൾ എന്താണ്? നമുക്കൊരു ഗുഡ്സുകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? ഓടിപ്പോയി വാങ്ങിക്കോ? എന്താ ചെയ്യാ? ലേലം വഴി വാങ്ങിക്കുന്നു ഇതാണോ ഉദ്ദേശിച്ചത്? ഗുഡ്സ് ആൻഡ് സർവീസ് യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് പറയും അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? ചർച്ചകൾ നടത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിലും പ്രൈസിലും നൽകുന്നത് ആരാണോ, ഏത് വെണ്ടർ ആണോ, ഏത് സപ്ലയർ ആണോ എന്നുള്ളത് നോക്കി സെലക്ട് ചെയ്യുന്നു. അവരുമായിട്ട് നമ്മൾ ചർച്ച നടത്താറുണ്ട് അല്ലെ? ഇല്ലേ? അങ്ങനെ ചർച്ച നടത്തുമ്പോ, അവരുമായിട്ടൊരു ഇന്റർവ്യൂ നടത്തുമ്പോ അതിന്റെ എല്ലാ കാര്യങ്ങളും അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കുന്നത് ആരായിരിക്കും? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ഇനി എന്താണ്? ടു ഗെറ്റ് കറക്റ്റ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി at the economical price and to supply materials as needs for the various department. ഇനി നമ്മൾ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റ് ക്വാണ്ടിറ്റിയിലും കറക്റ്റ് ക്വാളിറ്റിയിലും എക്കണോമിക് പ്രൈസിലും സപ്ലൈ ചെയ്യണം അല്ലെ? ഓരോ മെറ്റീരിയൽസ് അങ്ങനെ സപ്ലൈ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് വേരിയസ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ കറക്റ്റ് ക്വാണ്ടിറ്റിയില്, കറക്റ്റ് പ്രൈസില്, കറക്റ്റ് എക്കണോമിക് പ്രൈസിൽ, കറക്റ്റ് എന്താണ് ക്വാളിറ്റിയിലൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യണം. അപ്പൊ അതുമായിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് ആരാണ്? സപ്ലൈ ചെയ്യേണ്ടത് ആരാണ്? കറക്റ്റ് ആയിട്ട് സപ്ലൈ ചെയ്യുന്നത് ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇത്തരം കാര്യങ്ങളാണ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത് ആരുടെ? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് വരുന്നുണ്ട് പർച്ചേസ് മാനേജറുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ജോബിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ രണ്ടും കൂടി ഇതായി പോകരുത്, അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അതുപോലെ തന്നെ സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ്സ് ഒന്ന് വായിക്കാം. ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാം.
ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് മാനേജർ. പർച്ചേസിംഗ് മാനേജറുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ്, എന്തൊക്കെ ജോബാണ് അദ്ദേഹം ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടോ. ദ പേഴ്സൺ ദാറ്റ് നോർമലി runs the purchasing department is called purchase manager കേട്ടോ. മാനേജർ എന്നല്ലേ അവിടെ കൊടുത്തിരിക്കുന്നത്, ഇവിടെ മാനേജർ എന്നാണ് സ്ക്രീനിൽ കിടക്കുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലേ? അപ്പൊ എന്താണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് ആയിട്ട് റൺ ചെയ്യിപ്പിക്കുന്ന ആളാണ് ആര്? പർച്ചേസ് മാനേജർ അല്ലെ? എല്ലാ ഉത്തരവാദിത്തങ്ങളും പർച്ചേസിന്റേതായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉള്ളത് ആർക്കാണ്? മാനേജർക്കാണ്. കറക്റ്റ് ആയിട്ട് റൺ ചെയ്യിപ്പിക്കുക, ആ ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് ആയിട്ട് റൺ ചെയ്യിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം പർച്ചേസ് മാനേജർക്കാണുള്ളത്. Then purchasing job description is strategic in nature and usually consists of following. ഏതൊക്കെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് വരുന്നത്? അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? മെയിൻറ്റെയിനിങ് ദ പർച്ചേസിംഗ് പോളിസി ആൻഡ് എൻഷുർ ദാറ്റ് ഓൾ പർച്ചേസ് സ്റ്റിക്ക് ടു ഇറ്റ്. എന്താണ് പർച്ചേസിംഗ് പോളിസികൾ അല്ലെ? ഓരോ ഐറ്റവും പർച്ചേസ് ചെയ്യണം, അതിന്റെ പോളിസികൾ മെയിൻറ്റെയിൻ ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുകയും വേണം, നോക്കുകയും വേണം. ഓക്കെ, പർച്ചേസിംഗ് പോളിസികള് മെയിൻറ്റെയിൻ ചെയ്യുകയും രൂപപ്പെടുത്തുകയും അതനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നോക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? പർച്ചേസിംഗ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ചൂസിംഗ് ദ സപ്ലയേഴ്സ് ദാറ്റ് ദ കമ്പനി വിൽ ഡീൽ വിത്ത് and keeping the legal interaction with them. ഇനി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഓരോ ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സ് ഉണ്ടാവും, ആ ലിസ്റ്റിൽ നോക്കിയിട്ട് നമ്മളുടേതായിട്ടുള്ള വെൻഡേഴ്സിനെ അല്ലെ, വിതരണക്കാരനെ നമ്മൾ, സപ്ലയറെ നമ്മൾ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യാറുണ്ട് അല്ലെ? ഓക്കെ, അവരുമായിട്ട് നമ്മൾ എന്ത് വെക്കാറുണ്ട്? എന്താ ചെയ്യാറ്? അവരുമായിട്ട് എന്ത് വെക്കാറുണ്ട്? എന്താ വെക്കുന്നത്? പർച്ചേസിംഗ് നടത്തുമ്പോ കരാറല്ലേ? ഓക്കെ, കരാറ്, ഒരു എഗ്രിമെന്റ് വെക്കാറുണ്ട് അല്ലെ? അതെന്തായിരിക്കണം? ലീഗൽ ആയിരിക്കണം, ലീഗൽ എഗ്രിമെന്റ് ആയിരിക്കണം. ഓക്കെ, നിയമപരമായിട്ടുള്ള ഒരു ഇടപെടല് ആവശ്യമാണ്. അവരുമായിട്ട് ഒരു നിയമപരമായിട്ടുള്ള ഇടപെടല് നിലനിർത്തുകയും വേണം. ഇനി എന്താണ്? മാനേജിങ് എനി SLA. SLA എന്ന് പറഞ്ഞാല് സർവീസ് ലെവൽ എഗ്രിമെന്റ്. അണ്ടർലൈൻ ചെയ്യാട്ടോ, എക്സ്പാൻഡ് SLA എന്ന് ചോദിക്കാം. എന്താണ് സർവീസ് ലെവൽ എഗ്രിമെന്റ്? സർവീസ് ലെവൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാല് നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോ അതിന് വാറന്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെ? അങ്ങനെയുള്ള ഒരു എഗ്രിമെന്റ് നമ്മൾ ചെയ്യാറുണ്ട് ഇല്ലേ? 2 വർഷം വാറന്റി ഉണ്ട്, 5 വർഷം വാറന്റി ഉണ്ട്. അതില് അങ്ങനെയുള്ള വാറന്റി നോക്കിയിട്ടാണ് നമ്മൾ ഐറ്റംസുകൾ വാങ്ങിക്കാറ് അല്ലെ? ഇപ്പൊ ടിവിക്ക് ആണെങ്കിൽ എന്താണ് 5 വർഷം വാറന്റി ഉണ്ടാവും ഇല്ലേ? ആണോ? അപ്പൊ അങ്ങനെയുള്ള ഒരു എഗ്രിമെന്റിനെയാണ് സർവീസ് ലെവൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് മേ ബി ഇൻ പ്ലേസ് ആൻഡ് മാനേജിങ് എനി മാസ്റ്റർ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ സപ്ലയേഴ്സ് ആൻഡ് ദ കമ്പനി. മാസ്റ്റർ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു ഐറ്റം ഒരു ബൾക്കായിട്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട് അല്ലെ? ഒരു വലിയ രീതിയിലുള്ള എഗ്രിമെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയറുമായിട്ട് ഒരു എഗ്രിമെന്റ് നമ്മൾ വെക്കാറുണ്ട്. അതിനെയാണ് മാസ്റ്റർ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. SLA ചോദിക്കാം. SLA എന്ന് പറഞ്ഞാല് സർവീസ് ലെവൽ എഗ്രിമെന്റ്, ഗ്യാരണ്ടി വാറന്റി കൊടുക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ്. അതിനകത്ത് അങ്ങനെ നമ്മൾ എഗ്രിമെന്റ് ചെയ്യാറുണ്ട്. മാസ്റ്റർ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാല് വലിയ രീതിയിൽ നമ്മൾ ബൾക്കായിട്ട് ഐറ്റംസ് പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയേഴ്സുമായിട്ട് ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടാറുണ്ട്. അതിനെയാണ് മാസ്റ്റർ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതിന്റെയൊക്കെ കാര്യങ്ങള് മാനേജ് ചെയ്യുന്ന ഡ്യൂട്ടി പർച്ചേസ് മാനേജറുടെ ആണ്. ഇനി സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ് അല്ലെ? സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരെ പല കാര്യങ്ങളിലും മാനേജ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, ഇതിന് എല്ലാ കാര്യങ്ങളും ആരുടേതാണ്? ഈ പർച്ചേസിംഗ് മാനേജറുടെ ഡ്യൂട്ടിയാണ്.
Collaboration with the other department, especially the accounting, manufacturing and stock department. എന്ത് ചെയ്യണം? നല്ല രീതിയിൽ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളും അല്ലെ, പല ഡിപ്പാർട്ട്മെന്റ് യൂസർ ഡിപ്പാർട്ട്മെന്റും ഉണ്ടാവും. മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെയാണ് യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും അല്ലെ. അവരുമായിട്ട് നല്ലൊരു കൊളാബറേറ്റ് ചെയ്ത് പോവാനായിട്ട് ആര് നോക്കണം? ആരാ നോക്കേണ്ടത്? പർച്ചേസ് മാനേജർ നോക്കണം. എസ്പെഷ്യലി പ്രത്യേകമായിട്ട് എന്തൊക്കെയാണ് നോക്കേണ്ടത്? അക്കൗണ്ടിങ് മേഖലകള്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ്ങിന്റെ കാര്യം, അതുപോലെ തന്നെ സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു നല്ല രീതിയിൽ കൊളാബറേറ്റ് സഹകരിച്ചു പോകാനായിട്ടുള്ള മനോഭാവം ഉണ്ടായിരിക്കണം. ഇനി എന്താണ്? ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് സേവിംഗ് ആഫ്റ്റർ അനലൈസിംഗ് ദ മാനേജ്മെന്റ് ഇൻഫർമേഷൻ അവൈലബിൾ. എന്താണ്? ലഭ്യമായ മാനേജ്മെന്റ് വിവരങ്ങള് വിശകലനം ചെയ്യുകയും അതുപോലെ തന്നെ ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ്, അതുപോലെ തന്നെ കോസ്റ്റ് സേവിംഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടത്തുകയും വേണം. ഓക്കെ, ആ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തില് ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ്, കോസ്റ്റ് സേവിംഗ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടത്തുക. ഓക്കെ, ഇനി എന്താണ്? ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ക്വാളിറ്റി ആൻഡ് അതർ ലീഗൽ നീഡ്സ്. നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾ അനുസരിച്ച് എന്താണ് ചെയ്യേണ്ടത്? ക്വാളിറ്റി ക്വാണ്ടിറ്റി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം. പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഉണ്ടോ, പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ സേഫ്റ്റി ആണോ എന്നുള്ളത് അല്ലെ. പല കാര്യങ്ങളും നമുക്ക് എന്താണ് സേഫ്, ഇപ്പോ പല മെറ്റീരിയൽസും ഉപയോഗിച്ചിട്ടൊക്കെ എന്താണ് സേഫ് അല്ലാത്ത മെറ്റീരിയൽസ് ഒക്കെ പല അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനായാലും പേഷ്യൻസിനായാലും ഒക്കെ പല സേഫ്റ്റി ആയിട്ടല്ലാത്ത മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കുന്നത് മൂലം പല അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള സെക്യൂർ ആണോ ആ പ്രൊഡക്റ്റുകള്, അല്ലെങ്കിൽ അത് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് ഒക്കെ അല്ലെ പല അപകടങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം. ഓവർസീയിങ് എനി ലാർജ് പ്രൊക്യൂർമെന്റ് ദാറ്റ് മേ ഹാപ്പൻ. അതുപോലെ തന്നെ എന്താണ്? വലിയ സംഭരണത്തിന്റെ മേൽനോട്ടം അല്ലെ. കുറേ അധികം ഐറ്റംസ് ഉണ്ടാവും അല്ലെ, പല യൂസർ ഡിപ്പാർട്ട്മെന്റിന്റെ ഐറ്റംസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മള് ഓവർസീ ചെയ്യാം. മേൽനോട്ടം വഹിക്കേണ്ട ഡ്യൂട്ടിയും ഈ പർച്ചേസ് മാനേജറുടെ ആണ്. അതുപോലെ തന്നെ എന്താണ്? ലിയേസൺ എന്ന് പറഞ്ഞാല് ബന്ധം, കമ്മ്യൂണിക്കേഷൻ ഓർ കോർപ്പറേഷൻ വിത്ത് മേക്ക് ഈസി ഫോർ ദ ക്ലോസ് ഫോർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ. എന്താണ്? നല്ല രീതിയിൽ പല ഡിപ്പാർട്ട്മെന്റ് തമ്മില് സഹകരിച്ചും കോർപ്പറേറ്റ് ചെയ്തും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകണം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പർച്ചേസ് മാനേജറിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പോയിന്റ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു നെക്സ്റ്റ് പോർഷനും കൂടി പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് ക്ലർക്ക് ഓർ അസിസ്റ്റന്റ്. പർച്ചേസിംഗ് ക്ലർക്ക് ഓർ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാല് ക്ലർക്കിനെ പറയുന്ന മറ്റൊരു പേരാണ് പർച്ചേസിംഗ് അസിസ്റ്റന്റ് കേട്ടോ. നോക്കി വെക്കാം, ചിലപ്പോ ചോദിക്കാം പർച്ചേസിംഗ് ക്ലർക്കിന്റെ അനദർ നെയിം എന്താണ്? പർച്ചേസിംഗ് അസിസ്റ്റന്റ്. ഓക്കെ, the purchasing clerk undertake the day-to-day work അല്ലെ. ദൈനംദിന ഡേ ടു ഡേ എന്ന് പറഞ്ഞാല് ദൈനംദിന ജോലികൾ ഏറ്റെടുക്കുന്നതാണ് ആര്? ഈ പർച്ചേസിംഗ് ക്ലർക്ക് എന്ന് പറയുന്നത്. കളക്ട് ആൻഡ് മർച്ച് പർച്ചേസിംഗ് ഓർഡേഴ്സ് ആൻഡ് പർച്ചേസ് റിക്വസിഷൻ so as to order materials, goods and supplies. എന്താണ്? നല്ല രീതിയിൽ എന്ത് ചെയ്യണം? ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണോ അല്ലെ. അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണോ എന്നുള്ളത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? മർജ് ചെയ്യാം. പർച്ചേസ് ഓർഡേഴ്സ് ഒക്കെ മർജ് ചെയ്യണം. അതുപോലെ പർച്ചേസ് റിക്വസിഷൻ, പർച്ചേസ് ഓർഡറിംഗ് മെറ്റീരിയൽസ്, ഓർഡർ ചെയ്യേണ്ട മെറ്റീരിയൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യാം? കളക്ട് ചെയ്യാം. എല്ലാ കാര്യങ്ങളും പർച്ചേസ് ഓർഡറിൻ്റെതായാലും റിക്വസിഷൻ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, ഏതൊക്കെ ഓർഡർ ചെയ്യണം,
ഏതൊക്കെ മെറ്റീരിയൽസ് എടുക്കണം എന്നുള്ളത്, ഓർഡർ മെറ്റീരിയൽസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാം, അതിനുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന ഡ്യൂട്ടി ഈ പർച്ചേസിംഗ് ക്ലർക്കിന്റേതാണ്. ഇനി എന്താണ്, ഡെലിവർ ദം ടു ദ സപ്ലയേഴ്സ്. എന്ത് ചെയ്യണം, ഈ നമ്മൾ എല്ലാ ഇൻഫർമേഷൻസും ആ ക്ലർക്ക് കളക്ട് ചെയ്തു, ആ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം, സപ്ലയർക്ക് ഡെലിവർ ചെയ്ത് കൊടുക്കണം അല്ലെ. ഓക്കെ, ഇനി റിഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ഓർഡർ ആസ് റിക്വയർഡ്. ഇനി എന്ത് ചെയ്യാം, ഒന്നും കൂടി ഒന്ന് പരിശോധിക്കാം അല്ലെ. ഈ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഇത്ര എണ്ണമാണ്, അടുത്ത ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത് 10 എണ്ണമാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് റീചെക്ക് കൂടി ചെയ്യാം. റീചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ സപ്ലയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതാണ് നെക്സ്റ്റ് പോയിന്റ്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സപ്ലയേഴ്സ് ഓൺ ദ ഡെയിലി ബേസിസ്. ഡെയിലി ബേസിസിൽ സപ്ലയറുമായിട്ട് ആശയവിനിമയം നടത്താം. ഓക്കെ, ഇനി ഇത് എപ്പോ കിട്ടും, എന്ന് വരും എന്നുള്ളത് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി എന്താണ്, സ്ക്രൂട്ടനൈസ് ദ ഡെലിവറീസ് അഗെയിൻസ്റ്റ് ദ ഓർഡേഴ്സ്. ഇനി സപ്ലയേഴ്സിനോട് കൃത്യമായിട്ട് നമ്മൾ ഓർഡർ പറഞ്ഞിട്ടില്ല അല്ലെ, നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ 8 എണ്ണം ആണ് പറഞ്ഞിരിക്കുന്നത്, ചിലപ്പോ അവർക്ക് 8 എണ്ണം, യൂസർ ഡിപ്പാർട്ട്മെന്റിന് 8 എണ്ണം ആവശ്യം ഉണ്ടാവുള്ളൂ, ചിലപ്പോ നമ്മൾ 10 എണ്ണം പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ കൃത്യമായിട്ടുള്ള ഐറ്റംസുകൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഓർഡർ കൊടുത്തിരിക്കുന്നതെങ്കിൽ സപ്ലയേഴ്സിനെ ഒന്നുകൂടി വിളിച്ച് അതൊന്ന് പരിശോധിച്ച് കൃത്യമായിട്ടുള്ള ഓർഡറുകൾ കൊടുക്കാനായിട്ട് നോക്കണം. ഇനി എന്താണ്, ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ എന്നാണ് കേട്ടോ അവിടെ. എനി ഓർഡർ കറക്റ്റ് അല്ലേ, നിങ്ങളെ PDF ഒക്കെ ആണോ, ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ. നമ്മളിപ്പോ ഒരു ഓൺലൈനൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മളിപ്പോ ചോദിക്കാറുണ്ടല്ലേ, വിളിച്ച് ചോദിക്കാറുണ്ട് അവര് എവിടെയാണ് വീട്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്ര മണിക്ക് എത്തോ, എങ്ങനെയാണ്, ചിലപ്പോ നമ്മൾ വീട്ടിലുണ്ടാവില്ല, അപ്പൊ എപ്പോ വരും അല്ലെ, ഇപ്പൊ എവിടെ എത്തി എന്നൊക്കെ നമ്മളിങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട് അല്ലെ. അതുപോലെ ഓരോ വിവരങ്ങളും നമ്മൾ എന്ത് ചെയ്യാം, ട്രേസ് ചെയ്യാം കേട്ടോ. സപ്ലയേഴ്സിന്റെ വിവരങ്ങളൊക്കെ എവിടെ എത്തി, എപ്പോ വരും, എപ്പോ കിട്ടും, ഏത് ടൈമിലാ വരുന്നത് എന്നുള്ളത് നമ്മൾ വിളിച്ചന്വേഷിക്കണം. ഇനി ഹാൻഡിൽ വിത്ത് നോൺ സപ്ലൈഡ് ഓർഡേഴ്സ്, അണ്ടർ ഓർഡേഴ്സ്, ഓവർ ഓർഡേഴ്സ് ആൻഡ് ഡാമേജ്ഡ് ഗുഡ്സ്. അപ്പൊ എന്താണ് പറയുന്നത്, ഇനി സപ്ലയർ ചെയ്യാത്ത ഐറ്റംസ് ആണ് നോൺ സപ്ലൈഡ് ഓർഡേഴ്സ്. നമ്മളിപ്പോ ഓർഡർ കൊടുക്കാത്ത ഐറ്റംസ് ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് നോൺ സപ്ലൈഡ്. ഓക്കെ, ഓർഡർ എന്നാക്കണം കേട്ടോ, ഓർഡർ അല്ല, ഓർഡർ ആണത്. ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ. ഓക്കെ, ഈ നോൺ സപ്ലൈഡ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്യാത്ത അല്ലെ, സപ്ലൈ ചെയ്യാത്ത ഓർഡേഴ്സ് ഉണ്ടാവാം. അതുപോലെ തന്നെ എന്താണ്, അണ്ടർ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാല് ഓർഡർ ചെയ്തതിനേക്കാളും കുറവ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഓവർ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാല് കൂടുതൽ, നമ്മളിപ്പോ 10 എണ്ണം പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, ഒരു 15 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ടാവും. ഓക്കെ, അതാണ് കൂടുതൽ കൊണ്ടുവരുന്നത് ഓവർ ഓർഡേഴ്സ്. ഇനി ഡാമേജ്ഡ് ഗുഡ്സ് അറിയാലോ, ഡാമേജ് ആയിട്ടുള്ള ഐറ്റംസ്, ഇതൊക്കെ കൊണ്ടുവരുന്നത് ഒന്ന് ശ്രദ്ധിക്കുക, ഏതൊക്കെ ഐറ്റംസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത്. ഇനി എന്താണ്, മേക്ക് ഷുവർ ദാറ്റ് എനി ഇൻവോയ്സ് ആർ സെൻഡ് ടു അക്കൗണ്ട്സ് ഫോർ പേയ്മെന്റ്. ഇനി ഇന്ന ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ അതിന് ചെയ്യണം, ഡാമേജ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കണം അല്ലെ, തിരിച്ചൊക്കെ കൊടുക്കാം. ഇനി അതിനുശേഷം നമ്മൾ റിസീവ് ചെയ്ത ഐറ്റംസിന്റെ ഇൻവോയ്സ് നോക്കിയിട്ട് അതെന്ത് ചെയ്യണം, പേയ്മെന്റ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി നെക്സ്റ്റ് എന്താണ്, ജനറേറ്റ് ആൻഡ് മെയിൻ്റനൻസ് ഓൾ റിപ്പോർട്ട്സ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. റിപ്പോർട്ടുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാം. ക്ലിയർ ആയോ? ഇത്രയും ഡ്യൂട്ടീസ് ആണ് ആരുടേത്, ക്ലർക്കിന്റെ അല്ലെ, പർച്ചേസിംഗ് ക്ലർക്ക്, അസിസ്റ്റന്റ് കേട്ടോ. ഇത്രയും വായിച്ച് മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരിക. ക്ലിയർ ആണോ? ഇത്രയും ഭാഗങ്ങള് ഓക്കെ ആണോ? SLA എന്ന് പറഞ്ഞാല് എന്താണ്, സർവീസ്. എന്താ പറഞ്ഞത്, സർവീസ്. SLA എന്ന് പറഞ്ഞാൽ എന്താണ്, SLA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വാറന്റി ഗ്യാരണ്ടി ഒക്കെ കൊടുക്കില്ലേ, അപ്പൊ അങ്ങനെ നമ്മൾ എഗ്രിമെന്റ് വെക്കാറുണ്ട് അല്ലെ. സർവീസ് ലെവൽ എഗ്രിമെന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാരണ്ടി വാറന്റി ഒക്കെ കൊടുക്കുമ്പോൾ നമ്മളൊരു എഗ്രിമെന്റ് വെക്കാറുണ്ട്, 5 വർഷം ഗ്യാരണ്ടി എന്നുള്ളത് ഇല്ലേ. അതിനെയാണ് നമ്മൾ SLA എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ക്ലിയർ ആണല്ലേ? ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.